കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമിടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സ്തോത്ര പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ നിമിഷം അർപ്പിക്കുന്നു. ഒരു വർഷം കൂടെ നമുക്ക് കാണുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഒരു പുതിയ വർഷം കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് സഹായം ചെയ്തു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇടവരട്ടെ. 63-ാം സങ്കീർത്തനം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് വായിക്കുക. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനെ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നമുക്കറിയാം, മിക്കപ്പോഴും പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് മിക്കപ്പോഴും വായിക്കാറുള്ള ഒരു സങ്കീർത്തനമാണ് 63-ാമത്തെ സങ്കീർത്തനം. അതിന് കാരണം ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം തന്നെയാണ്. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അധികാലത്തെ ഞാൻ ഉണരും. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, തിരുമുഖം കണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എത്ര പെന്തക്കോസ്തുകാർ, എത്ര ദൈവമക്കളാണ് രാവിലെ എഴുന്നേറ്റ് പാടി പ്രാർത്ഥിച്ച് വായിച്ച് വേദോത്സവം വായിച്ച് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്? നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഞാൻ ഈ പറയുന്നതെന്ന് വ്യക്തമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ ആദ്യകാലത്തെ ഞാൻ ഉണരും, ദൈവമുഖം ഞാൻ അന്വേഷിക്കും. പ്രൈസ്. കാരണം ഒരു രാവിലെ ഒരു ദിവസത്തെ ആരംഭ സമയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രഭാതമാണ്. ആ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നതിൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാകുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയാം, ഇന്നു മുതലെങ്കിലും നമ്മൾ ദൈവസന്നിധി രാവിലെ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യാൻ കുടുംബമായിട്ട് മക്കളോട് ഒരുമിച്ച് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. 5ഉം 6ഉം വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് തിരുവചനം പറയുന്നത്? കിടക്കയിൽ നിന്നെ ഓർക്കണം, രാത്രിയുടെ യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കണം. എത്ര പേരാണ് നമ്മൾ പ്രൈസല ഉറക്കത്തിൽ കൂടെ ദൈവത്തെ ഓർക്കുന്നത്? നമ്മളെല്ലാവരും ഉറങ്ങുന്നവരാണെങ്കിലും ചിലരൊക്കെ ബോധം കെട്ടുറങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ബോധം വേണം, ഉറങ്ങുന്ന സമയം നമ്മൾ ഉറങ്ങണം, അത് ശരീരത്തിന് ആവശ്യമാണ്, ഉറങ്ങണം. എന്നാൽ ആ ഉറക്കം നിന്റെ ഉൾബോധത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കും, രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ധ്യാനിക്കും, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തെ ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ബൈബിൾ പറയുന്ന എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി? നമ്മുടെ മനസ്സിൽ സന്തോഷം, നമ്മുടെ ശരീരത്തിൽ സന്തോഷം, നമ്മുടെ ആത്മാവിൽ സന്തോഷം, ദേഹി ആത്മാവിൽ സന്തോഷം നൽകുന്ന ഒന്നാണ് രാത്രിയിൽ ദൈവത്തെ ഓർക്കുക, രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ ധ്യാനിക്കുക. എന്നാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മീക നിലവാരങ്ങൾക്ക് സ്തോത്രം, സമാധാനവും സന്തോഷവും തൃപ്തിയും നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കിടക്കുമ്പോൾ മറന്നു പോകാതെ ദൈവത്തെ ധ്യാനിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി മാറും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.